ഇത് നമുക്കൊരു ടാരോ സന്ദേശം എന്താണെന്ന് നോക്കാം. മൗസ് സ്പിരിറ്റ് ആണ് വന്നിരിക്കുന്നത്. ടെൻഡ് ടു ദ സ്മോൾ തിങ്സ്. ജീവിതത്തിൽ നമ്മൾ ചിലപ്പോൾ ചില ചെറിയ കാര്യങ്ങൾ നമ്മൾ അത്ര പ്രാധാന്യം കൊടുക്കാതെ വിട്ടുകളഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇത്തരം കാര്യങ്ങൾ പിന്നീട് ജീവിതത്തിൽ വളരെ പ്രാധാന്യമേറിയതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും ചെറുതായാലും വലുതായാലും അതിന് അർഹിക്കുന്ന പ്രാധാന്യം കൊടുത്തിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു സന്ദേശമാണ് ലഭിക്കുന്നത്. അടുത്തായി ഓട്ടർ സ്പിരിറ്റ്. യു ആർ നെവർ എലോൺ. ജീവിതത്തിൽ ഒറ്റപ്പെടൽ, ഏകാന്തത അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അവരോട് ഒരു കാര്യം മനസ്സിലാക്കുക. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ജീവന്റെ സ്പന്ദനമായി തുടിക്കുന്നത് പ്രപഞ്ചശക്തിയുടെ അംശമാണെന്ന് മനസ്സിലാക്കുക. നമ്മളുടെ ഓരോ നിശ്വാസങ്ങളും എണ്ണപ്പെട്ടിരിക്കുന്നു, അത് അറിയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്കല്ല. പ്രപഞ്ചശക്തി എപ്പോഴും നമ്മളുടെ കൂടെ ഓരോ ക്ഷണത്തിലും ഉണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കുക. ആ ഒരു അവയർനെസ് എപ്പോഴും ഉണ്ടായിരിക്കുക. നിരാശാബോധത്തിലും അതുപോലെ ഡിപ്രഷൻ അങ്ങനെയുള്ള സാഹചര്യത്തിലും എല്ലാം നിങ്ങൾ ആശ്വാസത്തിനായിട്ട് പ്രപഞ്ചശക്തിയുടെ നേരെ തിരിയുക. നിങ്ങൾക്കുള്ള കറക്റ്റ് ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. ബട്ടർഫ്ലൈ സ്പിരിറ്റ്. ട്രാൻസ്ഫോർമേഷൻ ഇസ് ബ്യൂട്ടിഫുൾ. വളരെ ഒരു ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫർമേഷൻ സംഭവിക്കുന്ന കുറച്ച് പേരുടെ എനർജിയാണ് ലഭിക്കുന്നത്. നിങ്ങൾ കുറെ കാലങ്ങളായിട്ട് വളരെയധികം ഒരു ഇരുണ്ട ഒരു കാലഘട്ടത്തിലുള്ള ഒരുപാട് കഷ്ടപ്പെടലുകൾ, ദുരിതങ്ങൾ, ഏകാന്തത, മറ്റുള്ളവരുടെ അപഹാസം, ഇതെല്ലാം സഹിക്കുന്ന ഒരു കാലഘട്ടം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. വളരെ വേദനാജനകം, വളരെ ബുദ്ധിമുട്ടുള്ളത് ഒരു ഗ്രോത്തിന്റെ കാലഘട്ടമായിരുന്നത്. ഒരു ലാർവ പൂമ്പാറ്റയായി മാറുന്നവരെ ആ ഒരു സ്റ്റേജിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്നത് വർണ്ണശബളമായ ഒരു ചിത്രശലഭത്തിനെ പോലെ ഉള്ള ഒരു ജീവിതമാണ് എന്ന് മനസ്സിലാക്കുക. ആ ചേഞ്ച് എപ്പോഴും പെയിൻഫുൾ ആണ്. ആ ചേഞ്ചാണ് ഇത്രയും കാലം നിങ്ങൾ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും എന്ന് മനസ്സിലാക്കി സമാധാനിക്കുക. നിങ്ങൾക്ക് നല്ലത് വരാനിരിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ജിറാഫ് സ്പിരിറ്റ്. സീ ദ ബിഗ് പിക്ചർ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെ വിചാരിച്ച് സ്വയം കുറ്റപ്പെടുത്തുന്നുണ്ടായിരിക്കാം, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരിക്കാം, സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇതെല്ലാം ഒരു ഡിവൈൻ പ്ലാൻ ആണെന്ന് മനസ്സിലാക്കുക. ഒരു ജിഗ്സോ പസിലിന്റെ വിവിധ ഭാഗങ്ങളാണ്. പക്ഷെ അതെല്ലാം കൂടി ചേരേണ്ട പോലെ ചേർന്ന് കഴിഞ്ഞാൽ അവസാനം നിങ്ങൾക്ക് യഥാർത്ഥ ചിത്രം കിട്ടും. ആ ചിത്രം കാണാൻ ശ്രമിക്കുക എന്നാണ് നിങ്ങൾക്കുള്ള ഇപ്പോഴത്തെ സന്ദേശം. ബി സ്പിരിറ്റ്. സ്വീറ്റ് റിസൾട്ട്സ് അവൈറ്റ്. തേനീച്ചകളെ കണ്ടിട്ടില്ലേ? എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവർ അധ്വാനിച്ചിട്ടാണ് അവരുടെ കോളനി കൊണ്ട് നടക്കുന്നത്, പൂക്കളിൽ നിന്ന് തേൻ ശേഖരിച്ച് സംഭരിച്ച് വെക്കുന്നതും. അപ്പോൾ അതേപോലെ കൂട്ടായ പ്രവർത്തനമുണ്ട്, കഠിനാധ്വാനം, വിശ്രമമില്ലാത്ത കഠിനാധ്വാനം, വ്യക്തമായ പ്ലാനിംഗ് ഉണ്ട്. ഇങ്ങനെ എല്ലാം പോകുമ്പോൾ ഹണി ബി സ്പിരിറ്റിലേക്ക് എത്തിച്ചേരാനാണ് നിങ്ങളോട് പറയുന്നത്. മധുരമായ പ്രതിഫലം നിങ്ങൾക്ക് യൂണിവേഴ്സ് തരാനിരിക്കുന്നു.